ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡാ. ഗുഡ് മോർണിംഗ്. ഹായ് മാൻ. ആ അജ്മലെ, ഡ്രോയിങ് പിടിച്ചോ. ഒരു 1000 rupees ഇങ്ങെടുത്തേ. വാങ്ങിച്ചോ, എല്ലാവരുടേതും ഉണ്ട്. നിങ്ങളുടെ അസൈൻമെന്റ്സ് റെഡിയാ. താങ്ക് യു. കാശോറ ഉണ്ടാക്കണ്ട ആള്. ജീവിക്കണ്ടേ മോനെ. ആ സോഫിയുടെ നോട്ട്സ് പിടിച്ചേ. ദാ 2000 rupees. ഇത് കുറച്ച് കൂടുതലല്ലേ ശ്രീ? പണിയും കുറച്ച് കൂടുതലല്ലേ സോഫി? അയ്യോ. എന്റെ അസൈൻമെന്റ് എവിടെ? നിന്റെ അസൈൻമെന്റ് ഇപ്പൊ തരാം. ആ, എന്റെ അവൻ ആദ്യം assignment. കൊടുത്തോ. എന്റെ തരൂ ആദ്യം, ആ. എന്നിട്ട് ഞാനല്ലേ നിന്റെ ആദ്യം തന്നെ? ഒന്ന് നിക്ക് രമ്യ. ദാ നിന്റെ പിടിച്ചോ. വെറും തുച്ഛമായ 3000 rupees. എല്ലാം ഉണ്ടോ കളിയാ? എല്ലാം ഉണ്ട്. അതെ, നീ ഒന്നും ഇത് മുഴുവൻ പേടിക്കണ്ട. കംപ്ലീറ്റ് ആയോ നോക്ക്. എല്ലാം കംപ്ലീറ്റ് എണ്ണണ്ട നിന്റെ ആവശ്യമില്ലല്ലോ എല്ലാം അല്ലേ? ആ രമ്യ, അസൈൻമെന്റ് പിടി. 1000 rupees. താങ്ക് യു. 500. ബാക്കി എവിടെ? അത് മതി ചക്കരെ. ഒന്നുമില്ലെങ്കിൽ വാലന്റൈൻസ് ഡേ നിനക്ക് ഞാൻ ഒരു വാല്യുബിൾ ഗിഫ്റ്റ് തന്നല്ലേ. അതിന്റെ കടം രാഖി കെട്ടി ഞാൻ വീട്ടിൽ കൊള്ളാൻ അതൊക്കെ മതി എന്റെ ശ്രീകുട്ടാ. കാശെടുക്ക്. ഷോ കാലമാടൻ. നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. 10-20 ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയൂ. അതെ അതെ. നിങ്ങൾക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ ചെലവ് വരുന്നുണ്ട്. ഇനിയിപ്പോ ആണെങ്കിൽ ഭാര്യ, കുട്ടികൾ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഒന്നുമില്ലെങ്കിലും പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കം കാണുമ്പോ അറ്റ്ലീസ്റ്റ് കൊച്ചിന്നെങ്കിലും മുണ്ട് പൊക്കി പിടിക്കണ്ടേ? അതെ അതെ, അത് വേണം. അതിങ്ങടുത്തേ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ. ഓക്കെ ഓക്കെ ബൈ. സുരേ, ആ ഇവിടെ നിൽക്കുകയാണോ? ഹായ് മാൻ. ഹായ്. എവിടെ ആയിരുന്നു? ഇവിടെ തന്നെ ഉണ്ട്. ഹായ്. എല്ലാം എഴുതിയോടെ? ആ എഴുതിയിട്ടുണ്ട്. എന്തോന്നാടേ വന്നൂടെ നേരത്തെ? ദാ, നിന്റെ പ്രോജക്റ്റ് പിടിച്ചോ. 1000. ഓ അയ്യോ പിടി. നമ്മുടെ എന്തി ഉണ്ട്. ദാ ഇപ്പൊ തരാം. ദാ പിടി. നീ എന്തായാലും എനിക്ക് പൈസ ഒന്നും തരണ്ട. പകരം നിന്റെ ഡാഡിയുടെ പുതിയ BMW ഇല്ലേ, അത് ഒരു ദിവസത്തേക്ക് എനിക്ക് റൗണ്ട് അടിക്കാൻ തന്നാ മതി. എന്തു പറയുന്നു? ഒരു ദിവസത്തെ കാര്യല്ലേ, ആ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. താങ്ക് യു. പക്ഷേ ഈ വർഷത്തെ മൊത്തം അസൈൻമെന്റും നീ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരണം. ആഹാ, അതൊന്നും പറ്റില്ല. ഒരു ദിവസത്തെ BMW-ന് ഒരു ദിവസത്തെ അസൈൻമെന്റ്. ഓക്കെ ആ ശരി. ഓക്കെ. പരിചയില്ലാത്ത ഭാസ്കരേട്ടൻ. സാധനമുണ്ട്. നമസ്കാരം ഭാസ്കരേട്ടാ. അറിഞ്ഞാ ഇല്ല. നമ്മുടെ രാഘവേട്ടൻ പാണ്ടിലോറി കയറിപ്പോയ പോക്കേ. പാണ്ടിലോറി എങ്ങാട് പോയി? പാണ്ടിലോറി മേത്തെ കൂടി കയറിപ്പോയി. ആണാ? സോഡയാണാ വെള്ളമാണാ? സോഡ. സോഡ ഇങ്ങനെ ഉപയോഗിക്കല്ലേട്ടാ, വയറിന് കുഴപ്പാവും. എന്നിട്ടെന്താ അവന്റെ വീട്ടുകാർക്ക് പോയി. സഹിക്കാൻ പറ്റണില്ലടോ. ഇന്നലെ വരെ കണ്ടതാണ്. സോഡയാണാ വെള്ളമാണാ? സോഡാന്ന്. സോഡ തന്നെയല്ലേ? സോഡ ഇങ്ങനെ അയാൾക്ക് കെട്ടിക്കാറായ പെമ്മക്കള് 3. ആ കുടുംബത്തിന്റെ ഒരു കാര്യമേ കഷ്ടായിപ്പോയി. സോഡ തന്നെയല്ലേ? അതേടോ. ഓക്കെ ഓക്കെ. ഈ പെമ്മക്കള് കൂടുതൽ കുഴപ്പാണേ. അല്ല ചേട്ടൻ ഏത് രാഘവന്റെ കാര്യം പറഞ്ഞേ? തെക്കേടത്തെ തെക്കേടത്തെ മൂത്തടുത്തെ ആരെങ്കിലും ആവട്ടെ, മരിച്ചില്ലേ? താൻ വെള്ളം എടുത്ത് ചാവണത്? തനിക്ക് 3-4 പെമ്മക്കളുള്ളല്ലേ? അതിന്റെ കാര്യം തനിക്ക് നോക്കിക്കൂടെ? അല്ല പിന്നെ 3-4 പെമ്മക്കൾ ഉണ്ടായിട്ട് അതിന് നോക്കാറില്ലെന്ന് പറഞ്ഞാല് നീ പോന്ന്. എന്താ ഭാസ്കരേട്ടോ? ഒന്നുമില്ല. ഇന്ന് ആരെ പറ്റിച്ച വെള്ളം അടിച്ചേ? ഒരാളെ പറ്റിച്ച്. അടിച്ചതൊന്നും ആയില്ലാന്ന് തോന്നുന്നു. അതിനു മുമ്പ് നീ വിളിച്ചിട്ട് വന്നില്ലേ? ഒരെണ്ണം കൂടി അടിക്കാൻ വല്ല വകുപ്പുണ്ട? വകുപ്പുണ്ട്, പക്ഷെ ഒരിടം വരെ പോണം. ആദ്യം വണ്ടി കയറി. ഓ പേടിച്ചാണ് വണ്ടിയിൽ കൊടുത്തിരുന്നത്. നിന്റെ പോക്കട്ടപ്പോ ഞാൻ വിചാരിച്ച ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ പോവാണെന്ന്. സലാം സാബ്. ഗുഡ് മോർണിംഗ്. സലാം. നേരത്തെ കേറ്റിനെ പന്നി. ഹലോ സർ. ഹായ്. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദിസ് G350. സർ ഇപ്പോ ഏത് കാറാ യൂസ് ചെയ്യുന്നത്? ഞാൻ അതൊക്കെ വർഷാപ്പിൽ റിപ്പയറിനുണ്ട് കാർ പോലെ ഇരിക്കും. ഓ യെസ്. നീ വന്നേ. അതെ, ചളമാക്കരുത്. പുറത്ത് തന്നെ നിന്നാ മതി. നീ 2 മേടിച്ചിരാന്ന് പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരാനാ? ആദ്യം മിണ്ടാതിരിക്കേ. അതെ, നീ പോയി സകല കാറിന്റെ മോഡലും വിലയും ഡീറ്റെയിൽ പറഞ്ഞ് വെള്ളം ഇറക്കിട്ട് വാ. അതാണല്ലോ നിന്റെ ഹോബി. പ്ലീസ് കം. എടുക്കട്ടെ. ഹലോ. ഏത് പറഞ്ഞ? അവിടെ ഇരിക്ക്. ദേവന്നി എവിടെ? ഇരിക്കി. എടാ ചണ്ണി നിക്ക്. എടാ അവിടെ ഇരിക്കടാ.
നിക്ക്, ഞാൻ ഇപ്പൊ വരാ. ഞാൻ ആരോ കുറെ നേരമായല്ലോ നിൽക്കാനും ഇരിക്കാനൊക്കെ പറയുന്നു. തന്നോട് ആര് പറഞ്ഞ് നിൽക്കാനിരിക്കാനും? ചിത്രാഞ്ജലി ബാറിലിരിക്കുന്ന എന്റെ കൂട്ടുകാരനോടല്ലേ അവിടെ ഇരിക്കാൻ പറഞ്ഞത്. അവൻ എവിടുന്ന് പോയാണ്ടല്ല കൊന്നളിയാൻ ബംഗാളി. വരാം. എന്ത് കാർ ബുക്ക് ചെയ്തവിടെ? ചെയ്തോളാം. ഒരാളിവിടെ കിടന്ന് പാടുപെടുക. തന്തയാണെന്നോ വയസ്സായിരുന്നോ വല്ല വിചാരമുണ്ടോ? അത് പോട്ടെ, എന്നെ വിശ്വസിച്ച് നാട്ടുകാരെ ഏൽപ്പിക്കുന്ന ഈ ഡ്രസ് ഇട്ടിട്ട് വേണോ നിനക്ക് ഊരി തണ്ടാൻ? ആ മേനോഞ്ചക്കൻ ഇതെങ്ങാനും കണ്ട ശരീരത്തേക്കാ വലുതാ അവന് ഡ്രസ്. അച്ഛന് പണി ചെയ്ത് സഹായിക്കാതെ അച്ഛനിട്ട് പണിയുന്ന ഒരു പുഴുങ്ങിയ മകൻ. ശ്രീന്നല്ല, ആ ശ്രീകരൻ അവനെ വിളിക്കേണ്ടത്. ആ ശ്രീകരം ഒറ്റ കീറി വെച്ച് എന്നാലുണ്ടല്ലോ. ഊരടാ ഊരടാ. ഇതേ നിന്റെ തന്തേര മുതലല്ല, ഒരമ്പാനി വന്നിരിക്കുന്നു. ബ്രാൻഡഡ് ഷർട്ടും പാൻസും ഒക്കെ ഇട്ടിട്ട് നീ പുറത്തിറങ്ങുള്ളൂ അല്ലേ? നാണമില്ലല്ലോടാ നിനക്ക്. നിന്റെ കഥകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. വർക്ക്ഷോപ്പിലെത്തുന്ന മുതലാളിമാരുടെ വലിയ വലിയ കാറുകളിലൊക്കെ നീ കറങ്ങുന്ന വിവരം ഞാൻ അറിഞ്ഞു. ഒന്നോർത്തോ, ആഡംബരത്തോടുള്ള നിന്റെ അമിതമായി ആർത്തിയുണ്ടല്ലോ നിന്നെ കുഴപ്പത്തിലെത്തിക്കും. ഇപ്പൊ നിയന്ത്രിച്ചില്ലെങ്കിലേ നാളെ അതൊരു രോഗമായിട്ട് മാറും. അച്ഛന്റെ ജീവിതത്തിൽ ഒന്നും നേടാതെ പോയത് ഈ ധൈര്യമില്ലായ്മ കൊണ്ട് മാത്രം. തൊഴിലാളികൾ ഓടിച്ചു വിട്ടൊരു മുതലാളി ഇപ്പൊ അഷ്ടിക്കായി ഡോബി പണി. പണ്ട് ഇതിനായി മാത്രം 4-5 സർവൻസ് ഉണ്ടായിരുന്നില്ലേ? അവിടെ നിന്ന് ഈ ഗതിയിലെത്തിയതേ ഈ ധൈര്യമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രം. അതേടാ, ധൈര്യമില്ല. അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ നിൽക്കാതെ നിന്റെ അമ്മയെ പോലെ ഞാനും ജീവനൊടുക്കായിരുന്നു. പക്ഷേ എനിക്കൊരു പ്രതീക്ഷ, ഒരു കച്ചിത്തുരുമ്പ് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നീ അതിപ്പോ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നീ എന്നെയും കടത്തി തുടങ്ങി. അച്ഛനൊന്നും നിർത്തുന്നുണ്ടോ? എപ്പോ നോക്കിയാലും പാലിന് വില കൂട്ടിയ ഞങ്ങൾ എന്താ ചെയ്യണേ? അതിനിപ്പോ ഞാനെന്ത് മാധവേട്ടനില്ലേ അവിടെ? അവിടെ കാണും, ഒന്നും പറയണ്ട. ഞാൻ പോകുന്ന വഴിക്ക് കണ്ടോളാം. ശരി ശരി. ഓട്ടോ ജാൻസി മോളെ. ശരി.